അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി നനച്ചുളി. ഇപ്പൊ നമ്മുടെ റമദാൻ കാര്യങ്ങളൊക്കെ വരികയല്ലേ, അപ്പൊ നമ്മുടെ ഭാഷയിൽ നനച്ചുളി എന്നാ പറയാ. നമ്മുടെ റൂം ക്ലീനിങ് കേട്ടോ. അപ്പൊ വീടിന്റെ ബാക്കിയുള്ള റൂമുകൾ കാര്യങ്ങളൊക്കെ ഉമ്മി 5 മണി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ റൂം ഞാൻ ക്ലീൻ ചെയ്യേണ്ട, ഉമ്മ അത് ക്ലീൻ ചെയ്തതിന് അതിന് കുറെ സാധനങ്ങൾ മിസ്സിങ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ റൂം തന്നെയാണ് സാധാരണ ക്ലീൻ ചെയ്യല്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുമ്പോൾ യാത്ര കാര്യങ്ങളൊന്നുമില്ല, റൂം ക്ലീനിങ്, അതുപോലെ നമ്മുടെ ഭാഷയിൽ നനച്ചുളി. അപ്പം എൻ്റെ റൂമിൻ്റെ നിലവിലുള്ള അവസ്ഥ ഇതാട്ടോ. നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുക. നമ്മുടെ പ്ലേ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ചെയർ ഇങ്ങോട്ട് ഇട്ടിട്ട് സ്റ്റുഡിയോ ലൈറ്റിന് വേണ്ടിയിട്ട് ഈ സാധനം ഇവിടെ അങ്ങനെ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കുക ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റ്. നമ്മൾ റൂം കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ വീഡിയോസിൽ കാര്യങ്ങൾ കാണിച്ചു തന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും റൂം കാണൽ ചടങ്ങാണ്. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ റോഡ് സൈഡ് ഉണ്ടോ, ഇവിടെ നേരെ നോക്കിയ റോഡാണ്. അപ്പോൾ ഈ റോഡ് സൈഡ് കാരണം ജനൽ അങ്ങനെ ഒന്നും ഓപ്പൺ ചെയ്യലില്ല, ഫുള്ള് പൊടി കാരണം. അപ്പോൾ ഇവിടെ മേലെ കണ്ട എയർ റോള് കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ റൂമിന്. അപ്പോൾ ഇപ്പോഴാണ് ജനലൊന്ന് ഓപ്പൺ ചെയ്തിട്ടിരിക്കണത്, അല്ലെങ്കിൽ പിന്നെ AC ഇട്ട് ഇരിക്കലാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ ഡ്രസ്സ് ഇവിടെ കട്ടിലേ കിടക്കണില്ലേ, ആകെ അലമ്പായിട്ടാണ്. അതിൻ്റെ പിന്നിൽ ഫുൾ അലമ്പാണ്. ഇതൊക്കെ കാണാൻ തന്നെ പറ്റില്ല. ഇവിടെയൊക്കെ ഒന്ന് ഫുള്ള് തട്ടിക്കൊട്ടലാണ്. അപ്പൊ ഫസ്റ്റ് റൂം ക്ലീനിൽ ഉദ്ദേശിക്കുന്ന പറയുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങൾ, ഇതൊക്കെ ആകെ ഡ്രസ്സ് കാര്യങ്ങളാണ്. ഒന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല. ആദ്യം ഉമ്മ കൊടുന്ന് മടക്കി വെക്കും, നമ്മൾ ഇങ്ങനെ കാട്ടി വെക്കും. അതിന് കുറെ കേൾക്കലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജിമ്മിന്റെ കുറച്ച് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ മൊത്തത്തിലൊന്ന് ഇതൊക്കെ എടുത്തിട്ട് വേറെ റൂമിൽ കൊണ്ടുപോയിടണം. ഫുള്ള് വെള്ളം നനച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നനച്ചുള്ളിക്കൊക്കെ ആൾക്കാരൊക്കെ ചെറിയ 15,000 റുപ്യക്കൊക്കെ ആൾക്കാരെ വിളിച്ചിട്ട് എല്ലാ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ ഒരു എന്താണ് സിനിമയുടെ പേരെന്താണ്, ഡേവിഡോ, അതിന്റെ ഒരു ടിക്കറ്റ് ഒരു പോപ്കോൺ മതി പറഞ്ഞപ്പോ വീഡിയോ എടുക്കാനും പണിയെടുക്കാനും വന്ന ആളാണ്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആളെ വേണ്ട, നമുക്ക് നമ്മളെ 5 ഇവിടെ ബാഗ് ആയി. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ കുറെ സംഭവങ്ങൾ കാണാണ്ടാവുന്ന പക്ഷെ നടക്കും. അത് ഡ്രസ് എടുക്കും. ഇത് കഴിഞ്ഞ റമദാന് ഇങ്ങോട്ട് കാണിക്കും. കഴിഞ്ഞ റമദാന് തൊട്ടിട്ട് ഇപ്പത്തെ റമദാൻ വരുന്ന എല്ലാ ഐറ്റംസും ഇതിലുണ്ടാവും. കുറെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രസ് വെക്കുമ്പോ അടിയിലും അത് വെക്കണ എലക്ഷന്റെ ഇത് CP മുഹമ്മദ് ഞങ്ങളുടെ നാട്ടിലുള്ള. ഇപ്പൊ ഇവിടുത്തെ 2 ഡ്രസ്സും എടുത്തു കേട്ടോ. ഇതെടുത്തപ്പോ തന്നെ ഏകദേശം ആ ഒരു പുതപ്പ് ഫുള്ളായിണ്ട്. ഇത് മടക്കി പുറത്തേക്ക് ഇടണം. ഒരു ഭാഗം സെറ്റ് ആയിട്ടോ. ഞാൻ അടുത്തതാണ്. ഇവിടെ വലിയ ഇതൊന്നും. ഞാൻ എൻ്റെ ലാപ്പിന്റെ ബാഗ് വെക്കണ ഒരു അൽമാറി സാധനങ്ങൾ ഇതിലേക്ക് ഇടാം. നിങ്ങളെ വീട്ടിൽ നനച്ചിട്ട് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഓരോ ട്രിപ്പിനും ഓരോ പോക്കിനും ഓരോ ബാഗ് പഠിക്കണം. ഫോട്ടോ വെച്ചാൽ ഇത് പിന്നെ നമ്മുടെ ക്യാമറയുടെ ബാഗ്. ഇത് എൻ്റെ സെക്കൻഡ് ഫോണാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ്. ഐഫോണല്ല, റിയൽമി 2 Pro. ഐഫോൺ വേണം പറഞ്ഞിട്ട് 5A+ 10ാം ക്ലാസ്സിൽ കിട്ടണം. എന്നാലുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 7 ഏതോ വന്ന ടൈമാണ്. 48 MP ഫോണ്. അപ്പോൾ ആ ടൈമിൽ ആ ഫോണ് മേടിച്ചേനെ 1000 രൂപ ഡിഫറൻസിന് ആ ഫോണ് മേടിച്ചേനെ പറഞ്ഞിട്ട് കുറേ. അന്ന് പറയുന്നത് ആ ഫോണിന് മെയിൻ. ഇപ്പോഴല്ല പിന്നെ എല്ലായിടത്തും ഐഫോണൊക്കെ വരാൻ തുടങ്ങിയത്. അതിൻ്റെ കഥ എങ്ങനെ വെച്ചിട്ടാ, എന്നിട്ട് വാപ്പാനോട് മേടിച്ചാൽ വെച്ചപ്പോൾ പറ്റൂല, 5A+ 10ാം ക്ലാസ്സിൽ SSLC വേണം പറഞ്ഞു. എന്നിട്ട് കിട്ടിയത് ആകെ 1A+, 2A ഒക്കെ. എന്നിട്ട് മേടിച്ചെന്നില്ല. എന്നിട്ട് മേടിച്ചെന്നാണ് ഈ സാധനം. പക്ഷെ നമ്മൾ റിവെഞ്ച് എടുത്തു. ഇങ്ങോട്ട് കാണിക്ക്. റിവെഞ്ച് പറഞ്ഞാൽ അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചടപ്പല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെയിൽ പരിപാടിയൊക്കെ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇറങ്ങണത്. അപ്പോൾ സെയിൽ പരിപാടിയായിട്ട് അതിന് കുറച്ച് കാര്യമൊക്കെ ഉണ്ടാക്കി iPhone X ഇറക്കിയാണ് സ്വന്തം കൈക്ക്. ആ ഒരു റിവെഞ്ച്. പിന്നെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം കൂടെ കളിക്കാൻ തുടങ്ങി. പിന്നെ iPhone X ആയി, iPhone 30 Pro ആയി, iPhone 60 Pro Max ഫ്രഷ് എടുത്തു. 30 Pro ഫ്രഷ് തന്നെ എടുത്തത്.
നമ്മളെപ്പോഴും റിവെഞ്ച് എടുക്കണം. അപ്പൊ ഇനി അടുത്തത് പറയുമ്പോ ഈ 2 അൽമാര കേട്ടോ, ഈ 2 ഇത് എന്താ പറയാ ഷെൽഫ്. അപ്പൊ ഇതില് കുറെ സംഭവങ്ങളുണ്ട് നമ്മളെ അറിവാട്. ഇതൊക്കെ ജിമ്മിന്റെ സാധനങ്ങൾ, വേ പ്രോട്ടീനാണ്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ബുക്ക്, ഇത് എയർ ഡ്രയറാണ്. എയർ ഡ്രയർ ഫസ്റ്റിൻ്റെ മുടി ഇത്രക്കൊന്നും ഉണ്ടായി. ഈ സാധനം ഒറ്റ വട്ടോട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ആ മുടി ഇങ്ങനെ ചുരുളാൻ തുടങ്ങി. പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് ഇപ്പോൾ ഒന്നാമത് ഡയറ്റിലാണ്. അപ്പം ഉമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ക്കർ ബോട്ടിൻ്റെ ഉള്ളിൽ നട്ട്സ് കൊടുത്തിട്ടിരിക്കുക. അല്ലെങ്കിൽ ഉമ്മ മാട്ടും, ഉമ്മ നല്ല ഒരു മാട്ടും. ഫസ്റ്റ് 2022 നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. ആ ടൈമിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണമെന്നില്ല മൈൻഡിൽ മേടിച്ചത്, വള്ളി ചാടുന്നതാണ്. അപ്പോൾ അത് മൂലൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അപ്പോൾ ഡമ്പലൊക്കെ ഉണ്ടായിരുന്നു, ഡമ്പല് പോകാൻ പോലെ. ഇത് പിന്നെ ഞാൻ കാണിച്ചെടുക്കുക കാണണ്ടോ, ചെറുപ്പത്തെ പാട്ട. പക്ഷെ നിലത്ത് വീണ് പൊട്ടി. ഇത് ആണിമ വെച്ചിരിക്കണം. ആണി അവിടെ നിന്ന് അഴകി എന്താ പറയുക, അളകി വീണിട്ട് പൊട്ടി. പണ്ടത്തെ പാട്ട. പിന്നെ പണ്ടക്ക് ചെറിയ കലാവിരുതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറിയണ്ടാവില്ല. ഡ്രോയിങ് ബുക്കാണ് ഫസ്റ്റ് ചിത്ര വരച്ച്. ഇപ്പം അങ്ങനെ വലിയതൊന്നുമില്ല. ഋത്തിക് റോഷൻ വരച്ച ഇത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളെ നേരത്തെ ഒരു മറ്റേ ഇങ്ങനെ കാണിക്ക് ഫ്ലെക്സിൽ ഇവിടെ വെച്ചിങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ വെക്കുന്ന സാധനം അയാളെ വരച്ചതാണ്. എന്നിട്ട് അയാൾ ഇവിടെ എഴുതി തിരക്കി തോന്നുന്നു. വളരെ നന്നായി, നല്ല ചിത്രകാരനായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഇതിന് ശേഷം നമ്മൾ വരച്ചിട്ട് തന്നെ കുറേ ഉണ്ട് ചിത്രം വരച്ച്. നെഹ്റു അങ്ങനെ കുറേ ഉണ്ട്. ഇനി അടുത്ത് ഇത് എന്നിട്ട് ആ MLA-യുടെ അയാളുടെ MLA ഇരുന്നത്. അപ്പോൾ അയാളുടെ ചിത്രം വരച്ചിട്ട് അയാൾ ഗിഫ്റ്റ് തന്നിട്ട് ഒരു വലിയ ഡ്രോയിങ് ബുക്ക്. അതിന് ശേഷം ഇനി വരച്ചിട്ടുണ്ട് ദുൽഖർ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഭ്രാന്തായിരുന്നു. അന്ന് ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതല്ല ഈ ഫോണൊക്കെ വരുന്നത്. ഇതിൻ്റെ മാവന അയ്യോ കാണിക്കണ്ട. ഇതാരറിയ ഇത് ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലെ ഞാൻ കേട്ടോ. ലുക്ക് നോക്കുക, അന്ന് സ്ട്രെയിറ്റ് ചെയ്ത ടൈമിലത്തെ മുടിയാണിത്. ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇത് 10ാം ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോയ ഫോട്ടോ. അന്ന് എവിടേക്ക മൈസൂരും കൊടൈക്കനാലും. മൈസൂരും കൊടൈക്കനാലും അവിടെ പോയതാണ്. ഇതിൽ ഞാനെവിടെ വെച്ചിട്ടാ എവിടാ കാണാലോടാ. അതായിരിക്കണം ഇതന്നെ. ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ കിട്ടണം. അല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും കിട്ടൂല. ആകെ പൊടിയാ. ഞാൻ അടുത്തത് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ ചെസ്റ്റ് ബാഗ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു. എല്ലാ കോസ്റ്റ്യൂമിലും ചെസ്റ്റ് ബാഗ് ഇങ്ങനെ ഇട്ടിട്ട് അന്ന് മേടിച്ചത്. പക്ഷെ ഇപ്പം ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണത്. ഇതിന്റെ ഇപ്പൊ 23ാമത്തെ വയസ്സ് ഏപ്രിലേക്ക് ആവും. അപ്പൊ ഇതിന്റെ 22ാമത്തെ വയസ്സിലേക്ക് ഗിഫ്റ്റ് ആണെന്നാണ്. ഇതിന്റെ ഒപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാത്രം ഇങ്ങോട്ട് ഒരിക്കലും കളയരുത് എന്നാണ്. അപ്പൊ അങ്ങനെ അതിന് വേണ്ടി വെച്ചതാണ്. അതേമാതിരി 22 ഇത് 21ാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണെന്നാണ്. പക്ഷെ ഇതിന്റെ പാത്രങ്ങൾ കളയരുത്. അതിന്റെ ഉള്ളിലൊക്കെ വേറെ സാധനങ്ങളാണ്. അപ്പോൾ വയറ് അങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസ് ആണ്. മുട്ടായും ഡ്രസ്സും പിന്നെന്തോ ഡ്രസ്സും പാൻറ്റും അതൊക്കെ തന്നെയാണ്. അങ്ങനെ 2 ഗിഫ്റ്റ്. പിന്നെ ഇതിന് മേലെയുണ്ട് ഇതേപോലെ. മേലെ ഒന്ന് ആ വരച്ചതൊക്കെ ഒരാൾ വരച്ചതാണ്, നമ്മളെ വീഡിയോ കാണുന്ന ഒരാള്. പിന്നെ മറ്റേതൊക്കെ അതേമാതിരി 2 പേജോളം അയച്ചതാണ്. മറ്റേത് അതേമാതിരി ഒരാൾ തന്നാ. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്റെ ചെറിയ ഫോട്ടോ കണ്ടോ, അതൊക്കെ തന്നാണ് അങ്ങനെ ബർത്ത്ഡേക്ക്. ഇനി ഇതാട്ടോ, ഇതിലിനി കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഇതിലിങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം പിടിക്കും. അപ്പൊ ഇതങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് പിന്നെ ഈ സാധനം കൂടി ഒന്ന് റൂമിൽ നിന്ന് പുറത്ത് കാണിച്ചു കൊടുക്കും. ഇതും കൂടി ഒന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇടണം. അപ്പൊ ഇനി അതൊന്ന് പുറത്തേക്ക് ഇട്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ റൂം ഏകദേശം സാധനങ്ങൾ പുറത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഡോറിന്റെ പിന്നിൽ ബാഗ് കാര്യങ്ങൾ
ഇതിൻ്റെ മേലെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഐറ്റംസുകൾ ഒക്കെ പുറത്തേക്ക് തള്ളിക്കണം. ഇനി ഇവിടെയാണ്, ഇനി ഇവിടെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ ഐറ്റംസുകളില്ല. ഇതുകൂടി ഇനി പുറത്തേക്ക് ഇടാണ്ട്. പിന്നെ ഈ കട്ടിൻ്റെ അടിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോന്നാവും. പിന്നെ ഈ ജനലിൻ്റെ ഇവിടെ ഒക്കെ ആകെ പൊടി, ഇവിടെ ഒക്കെ പൊടി. റോഡ് സൈഡ് ഞാൻ പറഞ്ഞല്ലോ, തുറന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിലും ആ സാധനം കയറി വരും. പൊടി എസിയുടെ മേലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാനിൻ്റെ മേലെ ഒന്ന് തട്ടി കൊട്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് വെള്ളം പാർന്നിട്ടൊന്ന് ഇവിടെ തുടക്കലാട്ടഞ്ഞ്. അത് കഴിഞ്ഞാൽ സിമ്മക്കോക്കാണ്, അതിനാണ് പോയി നിൽക്കണത് അവിടെ. ഫസ്റ്റ് ലാപ്പാനെ എടുക്കാം. ലാപ്പ് യൂസ് ചെയ്യുന്ന HP കേട്ടോ. പക്ഷെ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ കമ്മിയുന്നു. പിന്നെ നമ്മളൊരു 13,000 കൊടുത്തിട്ട് അതിന്റെ സ്റ്റോറേജും റാമും കാര്യങ്ങളൊക്കെ കൂട്ടി. സിസ്റ്റം ഒന്ന് മാറ്റണം, മറ്റേ ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ആക്കണം എന്നുണ്ട്, റെഡിയാക്കണം. ഇത് മറ്റേ ലാപ്പിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് കൂട്ടുന്നത് ഇങ്ങോട്ട് കൊടുന്ന. ഇതിന്റെ ഈ മേലൊക്കെ നോക്ക് ഫുള്ള് പൊടി. ഇവിടെ നോക്കാൻ കണ്ടോ, ജനൽ അടച്ചാലും അടച്ചിട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ. കസാര കൊണ്ട് നല്ല ഉപകാരം. ഈ കസാരക്ക് ഒരു കഥ ഉണ്ട്. ഈ കസാര എന്താ സംഭവിച്ചിട്ടാ, ഇങ്ങനത്തെ ഒരു കസാരക്ക് മേടിക്കാൻ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 14,000 രൂപ സംതിങ്ങിന് ഈ സാധനം മേടിക്കാൻ പോയിരുന്നു. അപ്പൊ എൻ്റെ ഒരു കമ്പനിക്കാരെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ സെക്കൻഡ്സ് സാധനം കൊടുക്കുമല്ലോ, ഈ ഓഫീസ് ചെയേഴ്സ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഈ സാധനം മേടിച്ചതാണ്. ഇതിന് 2,500 രൂപയ്ക്കാണ് ഈ സാധനം മേടിച്ചത്. ഒരു ഫ്രഷ്. പക്ഷെ ഇത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒറ്റ പ്രാവശ്യം ഇതിന്റെ ഇവിടെ ഒരു ഇതുണ്ട്, അതിന് ഹൈഡ്രോളിക്കിന്റെ ഒരു സ്റ്റിക്ക് നമ്മൾ ഇരിക്കണതിന്റെ അടിയിൽ ആ സാധനം കംപ്ലൈന്റ് ആയി. പക്ഷെ അത് അവർ ഫ്രീ ആയിട്ട് മാറ്റി തന്നു. നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കാണ് ഗ്രനാറോ, ആ ബ്രാൻഡിന്റെ. ചിലവര് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട്, നമ്മളെ എഡിറ്റ് ചെയ്യണ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട് ഏത് മൈക്കാണ് യൂസ് ചെയ്യണം. ഈ മൈക്ക് ഞാൻ യൂസ് ചെയ്യണം. പിന്നെ ലൈറ്റ് ഇതാണ്, ഇതിന്റെ ബ്രാൻഡ് ഏതാണെന്ന് നമുക്കറിയാം. DJ Tech അങ്ങനത്തെ ആണോ ലൈറ്റ്. പിന്നെ ഈ സ്പീക്കറിന് അതേപോലെ ഒരു കഥ ഉണ്ട്, ഒക്കെ ഓരോ സ്റ്റോറികളാണ്. സ്പീക്കർ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെപ്സി കുപ്പി പോലത്തെ സ്പീക്കേഴ്സ് ഉണ്ടാവല്ലോ, ഞാൻ കൈയടയുണ്ടോ, പെപ്സി കുപ്പി പോലത്തെ സ്പീക്കർ ഇറങ്ങിയിരുന്നു, ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ. അന്ന് ഒന്നാമത് ഇങ്ങനെ പാട്ട് കേൾക്കണ പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേമാതിരി മാമനോടും മാപ്പാനോടൊക്കെ ചോദിക്കും, ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്പീക്കർ ഉണ്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ഒരു മാൾബോർ ഉണ്ട്, സിഗരറ്റിന്റെ മാതിരിയുള്ള ഒരു പെട്ടി, ആ ഒരു ബ്രാൻഡിന്റെ സിഗരറ്റ് പെട്ടി പോലത്തെ ഒരു സ്പീക്കർ മാമ കൊണ്ടാണ്. പിന്നെ ഒരു പെപ്സിയുടെ ഒക്കെ ചെറിയ ചെറിയ സ്പീക്കറുകളായിരുന്നു. പിന്നെ അങ്ങനെ കുറെ യൂസ് ചെയ്ത് ഇതേപോലെ ചുമരുമൊക്കെ വെക്കുന്ന സ്പീക്കറിന് ഉപയോഗിക്കാൻ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. പിന്നെ അത് ഈ മാൾബോറിന്റെ സാധനം തന്നെ പൊട്ടിച്ചിട്ട് അതിന്റെ വയറ് അയിമത്തെ സ്പീക്കറിന് ചെറിയ സ്പീക്കറാകാരം ആ സ്പീക്കർ അയിമെന്ന് എടുത്ത് പിന്നെ എളപ്പാന്റെ പണി പറയുമ്പോൾ ഓട്ടോറിക്ഷയാണ്. അപ്പോൾ അവിടെ കുറെ സ്പീക്കറുണ്ട്, ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് എടുത്തേക്ക് ആ സ്പീക്കറും അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഈ ഒരു വണ്ടി ഉണ്ടാവും, കളിക്കുന്ന വണ്ടിയുടെ സ്പീക്കറൊക്കെ ഉണ്ടാവില്ലോ, ആ ഒരു ധൂമ്പുചാലൊക്കെ പറഞ്ഞ അതിന്റെ സ്പീക്കർ, അങ്ങനെയൊക്കെ സ്പീക്കറുകളൊക്കെ ഒക്കെ വയറിട്ട് ജോയിൻ ആക്കിയിട്ട് ഈ ജീവമില്ലാത്ത ഈ പെപ്സിയുടെ മോട്ടറിനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കുറെ പാട്ടൊക്കെ പാടിയിരുന്നു. പിന്നെ സബ് മേടിച്ചു തരാൻ പറഞ്ഞു, സബൊന്നും മേടിച്ചില്ല. ലാസ്റ്റ് സ്വന്തം കൈക്ക് സാധനം ഇറക്കി കാണിച്ചൊരു സെബ്രോണിക്സിന്റെ 18,000 രൂപയുടെ ഡോൾബിയാണ്. പിന്നെ അവിടെയും ഈ ഒരു സൈഡിലും സ്പീക്കർ വെച്ചു. സാധനമല്ല കാണിച്ചാൽ സാധനം നല്ല പക്ക ഔട്ടാ, സിനിമ കാണുമ്പോൾ നല്ല അടിപൊളിയാ. അല്ല നമ്മളെ കുറെ റിവെഞ്ചുകളുണ്ട് ഇങ്ങനെ, കുറെ പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട് ഇതേപോലെ. ഓക്കെ, നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് തന്നെയായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ പഠിക്കണമെന്ന് പറയുമ്പോൾ ഈ ആനിമേഷനൊക്കെ പഠിക്കണേ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ജോലി, എന്താ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ ഈ ആനിമേഷൻ 3D മോഷൻ ഗ്രാഫിക്സ് ആണ് ഞാൻ പഠിക്കണത്, ഇപ്പൊ ചെയ്യാനായിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ തീർക്കുക, അല്ലാതെ വേറെ ഒരാള് അത് സാധിച്ചതെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കൊടുത്തുട്ടോ. അപ്പൊ ഇനി ഒക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്നെ കാണിക്കുക ഒക്കെ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലാഗും. കാരണം 2:40 പടം. അപ്പൊ ഇനി ഇതിന്ന് ഈ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോ പുറത്തേക്ക് ഇടല്ലേ, ഇതൊന്നും പിന്നെ ഞാൻ എടുക്കൂല. ഈ പ്ലേ ബട്ടൺ നമുക്ക് ഇങ്ങനെ ഊരിയ കിട്ടും, ഇതിങ്ങനെ ഊരിയ കിട്ടും. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഇതാ അവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എപ്പോഴും എടുക്കണേ. കഴിഞ്ഞ നോമ്പിന് ഒരു വട്ടം എടുത്തുക്കും. ഇതൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കാണുന്ന ഒരു ഷോഫിനെ വെക്കാം, നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. വലിയ വെയിറ്റ് ഒന്നുമില്ല.
ചിലരെ വിചാരം ഇത് ഡയമണ്ടാണ് നഗരം, ഡയമണ്ടൊന്നുമല്ലേ. ഇനി ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും പുറത്തേക്ക് ഇടുക, പിന്നെ തട്ടിക്കൊട്ടുക. പിന്നെ അതിന്റെ മുമ്പേ വീഡിയോസ് എടുക്കുമ്പോൾ പിന്നിലൊരു മഞ്ഞ ലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തൊരു സെറ്റപ്പ് കാണിച്ചു തരാം എനിക്ക്. അവിടുന്ന് മറ്റേ സ്ട്രിപ്പ് ലൈറ്റിനൊക്കെ നല്ല റേറ്റ് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ വെച്ചതാ. പിന്നെ എത്ര 100 സംതിങ്ങിൻ്റെ എത്ര ബൾബിന് എത്ര 150 രൂപ എത്രയാണ്. അത് മേടിച്ചിട്ട് ഇതൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ വയറിങ് സെറ്റ് ചെയ്തതാണ്. അവിടെ ജിമ്മിലുണ്ട് ഒരു ചെക്കൻ, അവൻ ചെയ്തതാണ്. അതേപോലെ ഈ ഭാഗത്ത് ഈ 2 സ്പീക്കറും വെച്ചു തന്നു. പിന്നെ അതിൻ്റെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെ കണ്ടത് ഒരു ലൈന് പോകണത് കാണിച്ചിട്ട് ആ ഒരു ലൈൻ അവിടെ അതിൻ്റെ വയറ് പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒക്കെ അവൻ്റെ ഒരു ഐഡിയ. അപ്പം ഇനി ഇതൊന്നും നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് കാണാം. ഓക്കെ, ഇപ്പം ഏകദേശം ഈ ടേബിൾ മറ്റൊക്കെ എടുത്തുട്ടോ. ഈ ബൾബും പിന്നെ അതിൻ്റെ ഒരു ഓഫറും എടുത്തിട്ട്, കാരണം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കാണിക്കും. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വയറുകൾ വരുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ടാഗൊക്കെ ഇട്ട് വെച്ച് പോകും. അത് എടുത്ത് കഴിഞ്ഞാൽ പണി എടുക്കും. പിന്നെ ആദ്യം ഒന്ന് ടാഗ് ഇട്ടിറക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നൈസായിട്ട് പൊടി കെട്ടാൻ കേട്ടോ. ഇനി പിന്നെ കടക്കൊന്ന് പുറത്തേക്ക് ഇടാൻ, കടക്കിട്ടിട്ടാണ് വെള്ളം കൊണ്ട് ലെവൽ പഠിക്കും. ഈ ഫ്രെയിം എടുക്കാണ്ടല്ലേ, ഞാൻ കടക്കണ്ട. അപ്പോൾ നമ്മുടെ ക്യാമറ ഞാൻ എൻ്റെ ഈ ഒരു തലയുടെ അവിടെ ഹാങ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ പണിയെടുക്കുകയും വീഡിയോ എടുക്കുമ്പോൾ പരിപാടി നടക്കണില്ല. അപ്പോൾ ഇനി തട്ടിക്കൊട്ടലാണ്. ഇപ്പോൾ തട്ടിക്കോട്ടിൽ ഏകദേശം ഇവിടെ എല്ലായിടത്തും നമ്മൾ സെറ്റ് ചെയ്തു. ഫാന് തുടച്ചു, AC മേലെ ഇതെല്ലായിടത്തും. അതവിടെ ഞാൻ കയറി തുടച്ചിരിക്കുന്നു. എവിടെ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പോൾ തട്ടിക്കോട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ബക്കറ്റിൽ വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ കട്ടിലിൻ്റെ ഈ ജനലിൻ്റെ സൈഡ്, AC, ഫാന്, അങ്ങനെ എല്ലായിടത്തും ഒന്ന് പൊടി തട്ടിയെടുത്തൊക്കെ ഒന്ന് തുടച്ച് ക്ലീനിങ് ആട്ടോ ഇനി അടുത്ത പരിപാടി. അടിച്ചു വാരലും തട്ടിക്കൊട്ടിലും ഏകദേശം ഒക്കെ ഫിനിഷ് ആയിട്ടോ. ഇനി അടുത്തത് തുടക്കലാണ്. തുടക്കം ഇനി നിലം മാത്രം തുടച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ തുണി വെച്ചിട്ടൊക്കെ മേലെ എല്ലായിടത്തും തുടച്ച് സെറ്റാക്കിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറക്കിയ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി പഴയ പോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം മറ്റേ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് മറ്റേ ന്യൂസ് പേപ്പറിലേ വെക്കണത്. അപ്പോൾ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല സമയം പിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അല്ലാതെ നമ്മുടെ വീഡിയോയിൽ വിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരു സിനിമയുടെ പോലെ ആവും. അപ്പോൾ അതാണ് അറേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു 11:30 മണിക്ക് തുടങ്ങിയ നമ്മുടെ നനച്ചുള്ളി പറഞ്ഞിട്ടുള്ള ക്ലീനിങ് ഇപ്പോൾ 1:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇപ്പോൾ റൂം ഫുൾ ക്ലീനിങ് കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഫുള്ള് അടിച്ചു പോയി മിനിക്ക് ഫുള്ള് ക്ലീനാക്കി, ബെഡ്ഷീറ്റ് മാറ്റി, ഇതിൻ്റെ മേലെ പൊടി തട്ടി ഫുള്ള് ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി, ഒക്കെ മടക്കി അടിപൊളിയാക്കി വെച്ചു. നമ്മൾ ക്യാമറ ബാഗ്, കോളേജ് ബാഗ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സും പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ അവിടെ. പിന്നെ ഒരു രസത്തിനൊരു നീല ലൈറ്റ് ഇതിവിടെ ആദ്യം ഉണ്ടായിരുന്നായിരുന്നു, പിന്നെ അടിക്കുമ്പോൾ കൊണ്ടുപോയതാണ്. പിന്നെ മറ്റേ നമ്മൾ മഞ്ഞ ലൈറ്റ്. എങ്ങനെയുണ്ട്? സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ നനച്ചുളി നമ്മുടെ റൂം ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. 5 കുളിക്കാൻ പോയിട്ട് 5-നെ കൊടുന്നതിനെ എന്താ പടത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പടത്തിന് കൊണ്ടുപോകണം. 2:40-നാണ് പട്ടാമ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ, ബൈ.